4 - 3 - 2 = 1, 2 - 5 - 9 7, 5 - 5 - 5 0 ആയാൽ 7 കുറയ്ക്കണം 4 കുറയ്ക്കണം 2ൻ്റെ വില കാണുക. നമുക്കിവിടെ എന്താ ബന്ധം നോക്കാം. ഇവിടെ എന്താ ബന്ധം? നടുവിലത്തെ സംഖ്യ എടുക്കുക. എത്രയാണ്? 3. അതിൻ്റെ സ്ക്വയർ കാണുക. നടുവിലത്തെ സംഖ്യയുടെ സ്ക്വയർ കാണുക. ഇരുവശത്തുമുള്ള സംഖ്യകൾ ഗുണിക്കുക. ചിഹ്നം നോക്കണ്ട കേട്ടോ. ഇരുവശത്തുള്ള സംഖ്യകൾ ഗുണിക്കുക. 4 × 2 4 × 2 എന്നിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. 3ൻ്റെ സ്ക്വയർ എത്രയേ? 9 കുറയ്ക്കണം 4 × 2 8 കുറയ്ക്കുമ്പോൾ 1 ഉത്തരം കിട്ടുന്നുണ്ട്. അതുപോലെ അടുത്തത് നോക്കുക. എന്താ ചെയ്യേണ്ടത്? നടുവിലത്തെ സംഖ്യയുടെ സ്ക്വയർ എത്രയേ? 5 സ്ക്വയർ. ഇരുവശത്തുള്ള സംഖ്യകൾ ഗുണിക്കുക. ഏതൊക്കെ? 2 9 2 × 9 എന്നിട്ട് കുറയ്ക്കുക. 5 സ്ക്വയർ എത്രയേ? 5 25 കുറയ്ക്കണം 9 18 25 18 കുറച്ചാൽ 7 കിട്ടുന്നുണ്ട്. അടുത്തതോ നടുവിലത്തെ സംഖ്യയുടെ സ്ക്വയർ 5 സ്ക്വയർ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണിക്കുക. 5 × 5 അല്ലേ? 5 × 5 കുറയ്ക്കുമ്പോൾ 5 25 കുറയ്ക്കണം 5 25 കുറയ്ക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്. ഇതുപോലെ അടുത്ത് എന്താ? 7 - 4 - 2 എന്താ ചെയ്യുക? നടുവിലത്തെ സംഖ്യയുടെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ അല്ലേ? അപ്പുറത്ത് ഇപ്പുറത്തുള്ള ഗുണിക്കുക. 7 × 2 എന്നിട്ട് കുറയ്ക്കുക. 4 സ്ക്വയർ 16 - 7 × 2 14 കുറയ്ക്കുമ്പോൾ ഉത്തരം 2.